ഹായ് ഓൾ, എഡ്യൂസ്പെക്ട്രത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നത്തെ 2 ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സീക്വൻസുകളെ കുറിച്ച് പഠിക്കേണ്ടായി, പാറ്റേൺ കുറച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മൾ പാറ്റേണുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പാറ്റേണുകളെയും അവിടെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഫസ്റ്റത്തെ പാറ്റേൺ എന്താണ്? ഈവൻ നമ്പേഴ്സിന്റെ പാറ്റേൺ ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്നോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ 2 നമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഓരോ നമ്പേഴ്സിനെയും അരിത്തമെറ്റിക് സീക്വൻസിൽ അല്ലെങ്കിൽ സീക്വൻസിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ടേമുകൾ എന്നാണ് പറയുന്നത്. ഇത് എത്രാമത്തെ ടേമാണ്? 1ാമത്തെ ടേമാണ്. അടുത്തെഴുതുന്നത് 2ാമത്തെ ടേമാണ്. അടുത്തെഴുതുന്നത് 3 ആണ്. ഇത് 4ാമത്തെ ടേമാണ്. അപ്പോൾ 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ 4ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 6ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോൾ ഒരു സീക്വൻസിന്റെ ആദ്യമായാലും ഇടയിലത്തെ ഒരു ടേം ആയാലും അവസാനത്തെ ടേമുകളായാലും അവ അടുത്തടുത്ത 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ വ്യത്യാസം എല്ലായിടത്തും സെയിം ആയിട്ട് വരുന്ന സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസുകൾ എന്ന്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ എവിടെ നമ്മൾ അടുത്തടുത്ത 2 ടേമുകളാണ്, അടുത്തടുത്ത 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നോക്കിയാലും എന്തായിരിക്കും? എല്ലായിടത്തും വ്യത്യാസം സെയിം ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു 12, 14 എന്ന് പറയുന്ന നമ്പർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സീക്വൻസ് ആണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? അവിടുത്തെ വ്യത്യാസം 2 തന്നെയായിരിക്കും. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിൽ കാര്യമില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 2 അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ വേറൊരു സീക്വൻസ് എഴുതിയിരിക്കുകയാണ്. അതിനെ നോക്കുകയാണെങ്കിൽ എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 1നെ നമ്മൾ എന്തെന്ന് പറയും? ഫസ്റ്റ് ടേം എന്ന് പറയും. അപ്പോൾ ഏതൊരു സീക്വൻസിന്റെയും ആദ്യത്തെ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഫസ്റ്റ് ടേം. ഈ 2 ആണ് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം. ഈ സീക്വൻസിലെ ഫസ്റ്റ് ടൈം ഏതാണ്? 1 ആണ്. അപ്പോൾ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം ഏതാണ്? 1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം ഏതാണ്? 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം, 2ാമത്തതിനെ എന്തെന്ന് പറയും? സെക്കൻഡ് ടൈം എന്ന് പറയും. 3ാമത്തതിനെ തേർഡ് ടൈം എന്ന് പറയും. 4ാമത്തതിനെ ഫോർത്ത് ടൈം എന്ന് പറയും. അപ്പോൾ ടൈം എന്ന പദം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോന്നിനെയും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എഴുതാൻ പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ടൈം എന്ത് ചെയ്യുക? എഴുതുക. അപ്പോൾ ഇതിലാണെങ്കിൽ ഫസ്റ്റ് ടൈം എഴുതാൻ പറഞ്ഞാൽ എത്ര എഴുതണം? 1 എഴുതണം. അപ്പോൾ ഇനി ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് 2 ആണ്. 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 2 ആണ്. 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 2 ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഏത് നമ്പർ എടുത്ത് നോക്കിയാലും അടുത്തടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയായിരിക്കും? 2 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 2 തന്നെ വരണമെന്ന് യാതൊരുവിധമായ നിർബന്ധമില്ല. കോമൺ ആയിട്ട് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത സീക്വൻസ് നോക്കാം. ആദ്യം 10ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 10നെ എന്തെന്ന് പറയും? ഫസ്റ്റ് ടൈം എന്ന് പറയും. 20നെ സെക്കൻഡ് ടൈം എന്ന് പറയും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20ൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 30ൽ നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ അവിടെയും 10 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 40ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അപ്പോൾ ഈ സീക്വൻസിലെ വ്യത്യാസം എത്രയാണ്? എവിടെ നോക്കിയാലും വ്യത്യാസം എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇങ്ങനെ സീക്വൻസുകൾ എഴുതുമ്പോൾ ആദ്യം നോക്കിയാലും ഇടയിൽ നോക്കിയാലും അടുത്തടുത്ത നമ്പേഴ്സ്, ഇനി അവസാനമാണ് നോക്കുകയാണെങ്കിലും അടുത്തടുത്ത നമ്പേഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അങ്ങനെ ഉള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ആ സീക്വൻസിലെ
എവിടെ നോക്കിയാലും അടുത്തടുത്ത രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പൊതു വ്യത്യാസം എന്ന് പറയും. പൊതു വ്യത്യാസം എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതെന്ന് ചോദിച്ചാൽ ഡി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊതുവ്യത്യാസത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? ഡി എന്ന് പറയാം. ഇനി എങ്ങനെ ഡി കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടൈം മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ നാലാമത്തെ ടൈമിൽ നിന്ന് മൂന്നാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു നമ്പറിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ ടേമുമായിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ്. തന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ രണ്ടാമത്തെ ടൈം എത്രയാണ്? 4 മൈനസ് 2 എന്ന് പറയുന്നതാണ് 4 സെക്കൻഡ് ടൈം, 2 ഫസ്റ്റ് ടൈം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 2 തന്നെയായിരിക്കും ആ സീക്വൻസിൽ ഉടനീളം എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യുകയും തുടർച്ചയായി കോമൺ ഡിഫറൻസ്, ഇവിടെ എത്ര കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആ 2 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിലും നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? രണ്ടാമത്തെ ടൈം 3, ഒന്നാമത്തെ ടൈം 1. മൈനസ് ചെയ്യുമ്പോൾ അവിടെയും എത്രയാണ്? കോമൺ ഡിഫറൻസ് 2 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1ൽ ഈ സീക്വൻസിനെ എങ്ങനെ പറയാം? 1ൽ സ്റ്റാർട്ട് ചെയ്യുകയും എത്ര വെച്ച് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്? 2 വെച്ചിട്ട് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഏത് നമ്പറിൽ തുടങ്ങുന്നു എന്നതിൽ കാര്യമില്ല. ഈ സീക്വൻസിലുടനീളം കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ എത്രയാണ്? കോമൺ ഡിഫറൻസ് 10. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചു? രണ്ടാമത്തെ ടൈം എത്രയാണ്? ഇവിടുത്തെ 20. 20ൽ നിന്ന് എത്ര മൈനസ് ചെയ്തു? 10 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി ഇപ്പോൾ രണ്ടാമത്തെ ടൈമും ഒന്നാമത്തെ ടൈമും മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കോമൺ ഡിഫറൻസ് കിട്ടിയത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൈമും, താഴോട്ടുള്ള ഏത് സീക്വൻസ് എടുത്ത് നോക്കിയാലും മൂന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും കുറയ്ക്കുമ്പോൾ, മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അതുപോലെ തന്നെ നാലാമത്തെ ടൈമിൽ നിന്ന് മൂന്നാമത്തെ ടൈം കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഇപ്പോൾ ഒരു 15ാമത്തെ ടൈമിൽ നിന്ന് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ ടൈമായ 14ാമത്തെ ടൈം കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്നത് കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഗിവ് എ റീസൺ ഓൾസോ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പർ ലിവിംഗ് റിമൈൻഡർ 1 ഡിവിഷൻ ബൈ 4 എന്നാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പാറ്റേണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്ന സീക്വൻസ് ആണ്? റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് നമ്മൾ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്? 1 2 3 4 5 6 എന്ന് പറഞ്ഞ് പോകുന്ന സീക്വൻസ് ആണ്. അതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടുന്ന സീക്വൻസ് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഈ 4ന്റെ മൾട്ടിപ്പിളിലെല്ലാം റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്ത നമ്പർ 5ലെ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. 5നെ നമ്മൾ എത്ര കൊണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ടൈംസ് റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതുപോലെ 6 എടുക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 4 കഴിഞ്ഞിട്ട് അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 8 ആണ്. 8ൽ റിമൈൻഡർ 0 ആയിരിക്കും. തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 9. അപ്പോൾ സീക്വൻസ് എങ്ങനെയാണ്? ആദ്യം 1 എടുക്കുക, അടുത്ത നമ്പർ എത്രയാണ്? 5 ആണ്, അടുത്ത നമ്പർ എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും?
സീക്വൻസ് എന്ന് പറയുന്നത് 1,5,9, അടുത്ത എത്രയായിരിക്കും? 12 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 12ന്റെ അടുത്ത നമ്പറായ 13 ആയിരിക്കും. അങ്ങനെ വരുന്ന സീക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 എന്ന് പറയുന്ന സീക്വൻസ്. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തിൽ എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 മൈനസ് 1 ആണ്. എത്രയെന്ന് കിട്ടും? 4 കിട്ടും. രണ്ടാമത്തെ ടൈം 5 ആണ്. അപ്പോൾ 9ൽ നിന്ന് എന്ത് ചെയ്യുക? 5 കുറച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 9 മൈനസ് 5 എന്ന് പറയുന്നത് അവിടെയും വ്യത്യാസം എത്രയാണ്? 4 ആണ്. അതുപോലെ നമ്മൾ നാലാമത്തെ ടൈമിൽ നിന്ന് മൂന്നാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ എത്ര കിട്ടും? 13 മൈനസ് 9 ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എല്ലാ ടൈമിൻ്റെയും വ്യത്യാസം, എല്ലാ ടൈമുകളുടെയും വ്യത്യാസം എത്രയാണ്? 4 വെച്ചിട്ടാണ് കൂടിക്കൂടി പോകുന്നത്. ഒന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അതുപോലെ മൂന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസവും 4 ആണ്. അങ്ങനെ എത്ര വെച്ചിട്ട്? 4 വെച്ചിട്ട് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ ഏത് സീക്വൻസിനെ 1, 5, 9, 13 എന്ന് പറയുന്ന സീക്വൻസിന് എന്താണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4 എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുന്നു. ഓക്കെ, അതിലെ റിമൈൻഡർ എത്ര ഇടണം? 1ഉം ആകാം, അതുപോലെ തന്നെ എത്രയും ആകാം? 2ഉം ആകാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന എടുക്കണം, അതുപോലെ തന്നെ 2ഉം റിമൈൻഡർ കിട്ടുന്ന എടുക്കണം. അപ്പോൾ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതുപോലെ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. 3യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതുകൊണ്ട് 3 എടുക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത് 4നെ നമ്മൾ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിളുകളിലെല്ലാം റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 4 എടുക്കേണ്ട ആവശ്യമില്ല, 8 എടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ 12 എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെല്ലാം റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ 4ന്റെ മൾട്ടിപ്പിളുകളിലെല്ലാം റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ന് തൊട്ടടുത്ത നമ്പറിൽ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത നമ്പറിൽ റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 എടുക്കണം, അതുപോലെ തന്നെ 2 എടുക്കണം, അത് കഴിഞ്ഞിട്ട് 3 എടുക്കേണ്ട ആവശ്യമില്ല, 4 എടുക്കണം. 4 എടുക്കേണ്ട ആവശ്യമില്ല, 4 0 ആണ്. 4ന്റെ തൊട്ടടുത്ത നമ്പറായ ഏതെടുക്കണം? 5 എടുക്കണം. അടുത്ത് 6 എടുക്കണം, 7 എടുക്കേണ്ട ആവശ്യമില്ല, അടുത്ത് 8 എടുക്കേണ്ട ആവശ്യമില്ല, അടുത്ത് 9 എടുക്കണം, 10 എടുക്കണം. ഇതിലെ റിമൈൻഡർ എത്രയായിരിക്കും? നമ്മൾ നേരത്തെ എഴുതിയ സീക്വൻസ് ആണ്. അതിൽ റിമൈൻഡർ 1ഉം ഇതിലെല്ലാം റിമൈൻഡർ എത്ര ആയിരിക്കും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം ആയിരിക്കും. ഇങ്ങനെയുള്ള സീക്വൻസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. കോമൺ ഡിഫറൻസ് എന്താണ്? അപ്പോൾ രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ടൈം ഏതാണ്? 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് 1 കിട്ടും. ഡിഫറൻസ് 1 കിട്ടും. അതുപോലെ മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 5 മൈനസ് 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 കിട്ടും. അടുത്ത് നാലാമത്തെ ടൈമിൽ നിന്ന് മൂന്നാമത്തെ ടൈം മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ എന്ത് കിട്ടുന്നില്ല? ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, അടുത്തത് 1 ആണ്. അപ്പോൾ കോമൺ ആയിട്ടൊരു ഡിഫറൻസ് കിട്ടുന്നില്ല. ആദ്യം 1 കിട്ടി, പിന്നെ 3 കിട്ടി, പിന്നെ 1 കിട്ടി, പിന്നെ 3 കിട്ടി. അപ്പോൾ ഈ എല്ലായിടത്തും ഈ 1 കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലായിടത്തും 3 കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇതിനെന്തില്ല? കോമൺ ആയിട്ട് ഈ സീക്വൻസിന്, ഇങ്ങനെ എഴുതുന്ന സീക്വൻസിന് എന്തില്ല? കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയാൻ പറ്റത്തില്ല? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്.
സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ പിന്നെയും നാച്ചുറൽ നമ്പർ എഴുതുന്നു. 1 2 3 4 5 6 എന്ന് പറഞ്ഞു പോകുന്നതാണ് നാച്ചുറൽ നമ്പർ. ഇതിൻ്റെ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അങ്ങനെ പോകുന്നതാണ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ 1 സ്ക്വയർ എത്രയാണ്? അത് 1 ആണ്. 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 3 സ്ക്വയർ 9 ആണ്. 4 സ്ക്വയർ 16 ആണ്. 5 സ്ക്വയർ 25 ആണ്. ഇങ്ങനെ പറഞ്ഞു പോകുന്ന സീക്വൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ സീക്വൻസ് 1 4 9 16 25 എന്ന് പറയുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ 4 മൈനസ് 1 എത്രയാണ്? നമുക്കവിടെ 3 എന്ന് കിട്ടും. അടുത്ത് മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 9 മൈനസ് 4 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അടുത്ത് 16 മൈനസ് 9 ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ടൈമും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്തില്ല? പൊതുവായിട്ടുള്ള ഒരു വ്യത്യാസം, കോമൺ ഡിഫറൻസ് അവിടെ ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇതിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 1/1 എന്ന് എഴുതാം. ഓക്കെ. 2ൻ്റെ റെസിപ്രോക്കൽ 1/2 ആണ്. 1/3 ആണ്. 1/4 ആണ്. ഇങ്ങനെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലേന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. 1/2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 1/1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യും? ഇതിനെ 1 മൈനസ് 2ൻ്റെ 1 എത്രയാണ്? 2 ആണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആൻസർ 1ൽ നിന്ന് -2 എങ്ങനെ കുറയ്ക്കും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ സൈൻ ഇടണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1 ആണ്. വലുതിൻ്റെ സൈൻ എന്തായിരുന്നു? മൈനസ് ആയിരുന്നു. -1/2 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1/2ൽ നിന്ന് 1/1 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്രയേ കിട്ടത്തുള്ളൂ? 1 കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1/2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? -1/2 ആണ്. ഇനി ഏത് മൈനസ് ചെയ്യണം? മൂന്നാമത്തെ ടൈമിൽ നിന്ന് രണ്ടാമത്തെ ടൈം എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 1/3ൽ നിന്ന് 1/2 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആദ്യം ഇത് തന്നെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഈ മൈനസ് അതുപോലെ ഇട്ട് കൊടുക്കുക. 3 × 1 എന്ന് പറയുന്നത് 3 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 3 × 2 ചെയ്യണം. 3 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ 2 - 3 എങ്ങനെ ചെയ്യും? അവിടെയും അത് തന്നെയാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 3 ആണ് വലുത്. 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. മൈനസ് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. മൈനസ് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തേതിൽ -1/2 ആണ്. അടുത്തതിൽ -1/6 ആണ്. നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 1/4 -1/3 ചെയ്യണം അല്ലേ? ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം ചെയ്യണം. ഇവിടെയും ക്രോസ് ചെയ്യുമ്പോൾ 3 - 4 ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -1/12 എന്ന് കിട്ടും. ആദ്യത്തേൽ -1/2 എന്ന് കിട്ടി. അടുത്തതിൽ -1/6 എന്ന് കിട്ടി. അടുത്തതിൽ -1/12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? എല്ലായിടത്തും എന്താണ്? ഡിഫറൻ്റ് ആയിട്ടുള്ള സംഖ്യകളാണ് കിട്ടിയത്. അത് കാരണം ഇതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. പവേഴ്സ് ഓഫ് 2 ആണ്. അപ്പോൾ 2ൻ്റെ പവർ വരുന്ന സീക്വൻസുകളാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻1 2 സ്ക്വയർ 2 ക്യൂബ് 2⁴ എന്ന് പറയുന്ന സീക്വൻസ് ആണ് 2ൻ്റെ പവറായിട്ട് വരുന്ന സീക്വൻസ്. അപ്പോൾ 2⁻1 എത്രയാണ്? അത് 2 തന്നെയാണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 4 ആണ്. 2 ക്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ
ടു സ്ക്വയറിന്റെ മീനിങ് എന്താ? 2നെ എത്ര പ്രാവശ്യം ഗുണിക്കുന്നു? 2 പ്രാവശ്യം ഗുണിക്കുന്നു. അപ്പോൾ 2⁵ മീനിങ് എന്താ? 2നെ എത്ര പ്രാവശ്യം ഗുണിക്കുന്നു? 3 പ്രാവശ്യം ഗുണിക്കുന്നു. അപ്പോൾ 2 ക്യൂബ് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 2⁴ എന്താണ്? 2നെ എത്ര പ്രാവശ്യം ഗുണിക്കണം? 4 പ്രാവശ്യം ഗുണിക്കണം. 2⁴ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സീക്വൻസ് ആണ് നമുക്ക് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്ന സീക്വൻസിൽ കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി മൂന്നാമത്തെ ടൈമിൽ നിന്ന് എത്രാമത്തെ ടൈം കുറച്ച് നോക്കണം? രണ്ടാമത്തെ ടൈം കുറച്ച് നോക്കണം. 8 - 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അവിടെ 4 ആണ് കിട്ടുന്നത്. അതുപോലെ നാലാമത്തെ ടൈമിൽ നിന്ന് മൂന്നാമത്തെ ടൈം എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര കിട്ടും? അവിടെ 8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലും കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നില്ല. ആദ്യം 2 കിട്ടി, പിന്നെ 4 കിട്ടി, പിന്നെ 8 കിട്ടി. അവിടെ ഒന്നും കോമൺ അല്ലല്ലോ. അപ്പോൾ അതിനെ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ആറാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തിന്റെ സീക്വൻസ് എഴുതുക? ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതുക. എന്താണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്? 1 3 5 7 എന്ന് പറഞ്ഞു പോകുന്നതാണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്. ഇനി എന്ത് ചെയ്യണം? ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഹാഫ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ്? പകുതിയാണ്. അപ്പോൾ 1/2 ആണ് ഫസ്റ്റത്തെ നമ്പർ. അടുത്ത് 3/2 ആണ്, 3യുടെ പകുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് 5/2 എന്ന് പറയുന്നതാണ്. അടുത്ത് 7/2 എന്ന് പറയുന്നതാണ്. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതി, പിന്നെ അതിന്റെ ഹാഫിന്റെ, അപ്പോൾ ഓരോ നമ്പേഴ്സിന്റെയും ഹാഫിന്റെ സീക്വൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഇതെന്തിലാണോ എന്ന് നോക്കണം, അരിത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ 3/2 - 1/2 ചെയ്യണം. 3/2 - 1/2 ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലേ? ഫ്രാക്ഷൻ നമ്പേഴ്സിനെ എങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. എന്നിട്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. 3 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2/2 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി അതുപോലെ ഏതൊക്കെ തമ്മിൽ മൈനസ് ചെയ്യുക? മൂന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും തമ്മിൽ മൈനസ് ചെയ്യുക. 5/2 - 3/2. ഇവിടെയും എന്താണ്? ഡിനോമിനേറ്ററുകൾ സെയിം ആണ്, 2 അതുപോലെ തന്നെ എടുത്ത് എഴുതി. അപ്പോൾ മേലത്തെ നമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 5 - 3 എത്രയാണ്? അവിടെയും 2 ആണ്. 2/2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം ചെയ്ത് നോക്കിയാലും 7/2 - 5/2 ചെയ്യുമ്പോൾ ഇവിടെയും ഡിനോമിനേറ്ററുകൾ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. എടുത്തെഴുതുക. 7 - 5. 7 - 5 എത്രയാണ്? 2/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൂന്നിടത്തും എന്താണ് കോമൺ ഡിഫറൻസ്? 1 തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതിന് എന്താണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.